സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആയുസ് മുഴുവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ദൈവത്തിൽ വിശ്വസിക്കാതെ 2 വഞ്ചിയിൽ കാൽവെച്ച് നിൽക്കുന്ന വിശ്വാസികൾ വളരെ കൂടുതലാണ്. തിരുവചനത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ യഥാർത്ഥ ദൈവത്തെ ഏലിയ വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽ ദേവന്മാർ എന്ന് പറയുന്ന മിഥ്യാ ദൈവങ്ങളെയും അവരുടെ ആചാരങ്ങളെയും പാടെ ഇല്ലാതാക്കുന്നു. ഇസ്രായേൽ ജനത്തെയും ബാലിന്റെ പ്രവാചകന്മാരെയും കാർമേൽ മലയിൽ ആഹാബ് രാജാവ് ഒരുമിച്ചു കൂട്ടി. അപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞു, എത്ര നാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ. ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ഏലിയ പ്രവാചകൻ പറഞ്ഞു, 2 കാളയെ കൊണ്ടുവരുവിൻ. ഒന്ന് എനിക്കും മറ്റൊന്ന് ബാൽ പ്രവാചകന്മാർക്കും. കാളയെ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വെക്കണം, തീ കൊളുത്തരുത്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. അങ്ങനെ കാളകളെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാലിന്റെ പ്രവാചകന്മാർ ബാൽദേവ എന്ന് വിളിച്ചപേക്ഷിച്ചു. എന്നാൽ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല. ബലിപീഠത്തിനു ചുറ്റും ബാൽ പ്രവാചകന്മാർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും രക്തം ഒഴുക്കി മധ്യാഹ്നം കഴിഞ്ഞിട്ടും ബാൽ ദേവന്മാർ ആരും ഉത്തരം നൽകിയില്ല. ആരും ബാൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ബലിപീഠമുണ്ടാക്കി വിറകൊടുക്കി കാളയെ കഷ്ണങ്ങളാക്കി 4 കുടം നിറയെ വെള്ളം കൊണ്ട് ദഹന ബലിവസ്തുവിലും വിറകിലും ഒഴിച്ചു. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും ദഹിപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ട ജനങ്ങൾ സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അങ്ങനെ ബാലിന്റെ പ്രവാചകന്മാരെ പിടികൂടി. ബാൽ ഒരു ദൈവമല്ലെന്നും യഥാർത്ഥ ദൈവം കർത്താവാണെന്നും ആഹാബ് രാജാവും ജനങ്ങളും വിശ്വസിച്ചു പ്രഖ്യാപിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. വചനം പ്രഖ്യാപിക്കുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുവാൻ, മുള്ളും മുൾച്ചെടിയും കത്തിച്ചാമ്പലാക്കുവാൻ, മഴ പോലെ പെയ്തിറങ്ങുവാൻ സ്വർഗീയ തീയേ ഇറങ്ങണമേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ആമേൻ. ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ,
ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്ത് നാളിൽ അഗ്നിനാവുകളുടെ മേൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്ന് ഓരോ വിശ്വാസികളുടെയും മേൽ പറന്നിറങ്ങുവാൻ തക്കവണ്ണം അഗ്നിനാവിനാൽ പറന്നിറങ്ങിയ, അഗ്നിജ്വാല പോൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കൊടുങ്കാറ്റ് പോലെ ഇന്ന് വീശട്ടെ. ഹല്ലേലൂയ. അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ മാളികമുറി, അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയെന്നിൽ വാ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയെന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നമ്മെ കാത്തിരിക്കുന്ന ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ, തളർന്നു പോകാതെ ബലം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ബലം നൽകുന്ന ഒരു കർത്താവ്, നമുക്ക് ശക്തി നൽകുന്ന ഒരു കർത്താവ് ഇതാ നമ്മുടെ പുതിയ മനുഷ്യനെ ധരിച്ച് മുന്നോട്ട് പോകുവാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകാം. കർത്താവായ യഹോവയായ ദൈവമേ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഏലിയാവിന്റെ യാഗത്തിൽ ഇറങ്ങിയ വലിയ തീ, മുൾപടർപ്പിൽ മോശയുടെ മേൽ ഇറങ്ങിയ വലിയ തീ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കുറവുള്ള മേഖലകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാൻ തക്കവിധം, പരിശുദ്ധാത്മാവാകുന്ന തീ ഇറങ്ങുവാൻ തക്കവിധം നമുക്ക് കർത്താവിനെ ക്ഷണിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയെ, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയെ, ഏലിയാവിൻ യാഗത്തിൽ ഇറങ്ങിയ തീയെ, മുൾപ്പടർപ്പിൽ മോശമേൽ ഇറങ്ങിയ തീയെ, ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ, ദേഹരൂപത്തിൽ നിറഞ്ഞിറങ്ങി വാ, ഒരു പ്രാവു പോൽ പറന്നിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ പെയ്തിറങ്ങി വാ. പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കൾക്കും
ഫിലിപ്പിയർ 4:19 പ്രകാരം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ.